ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മുടെ അമ്മ ഒരു ചെറിയ പന്തൽ കെട്ടിയിട്ടുണ്ട്. നെറ്റും കൊണ്ടാണ് പന്തൽ കെട്ടിയിരിക്കുന്നത്. അത് നിറയെ കോവയ്ക്ക വള്ളികൾ പടർത്തി വിട്ടിട്ടുണ്ട്. ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ, അതായത് നമുക്ക് ക്ലാസ് തുടങ്ങാൻ പോകുന്നത് 15-ാം തീയതിയാണ്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഞാനിങ്ങനെ പൊട്ടിക്കാതെ നിർത്തിയിരിക്കുകയായിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞു 15-ാം തീയതി ആകുമ്പോഴേക്കൊക്കെ നല്ല മൂത്ത് പഴുത്ത് പോകുന്നു. അവിടെ കുറേ ചെടികളും ഇനിയും വെച്ചിട്ടുണ്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല കോവയ്ക്കാണ്, നാശാക്കി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനിന്ന് ഫുള്ളും പറിച്ചു. നമുക്ക് പേര് വയ്ക്കാം. ഇവിടെ റെഗുലറായിട്ട് ഇത് കിട്ടും. നല്ലൊരു വള്ളിയാണ് കോവയ്ക്കയുടെ. നമ്മുടെ അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചി തന്നതാണ്. അപ്പോൾ അമ്മ അതിങ്ങനെ കുഴിച്ചിട്ട് ഉണ്ടോ, അതിൻ്റെ കടഭാഗമാണത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വള്ളി. അതിൽ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്ത് നിറയെ കോവയ്ക്ക ഉണ്ടാവും. നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർക്കും നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ കൊടുത്തു വിടും. കാരണം ഒരു മായം ഇല്ലാത്തതല്ലേ, നല്ല വലിപ്പമുള്ള നല്ല കോവയ്ക്കകൾ കിട്ടും. അപ്പോൾ വീട്ടിൽ ചെറിയൊരു വള്ളി വെച്ചാൽ മതി എല്ലാവരും. ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് ഒരു കിണറിൽ തന്നെ ഇടുന്ന ഒരു നെറ്റില്ലേ, ആ നെറ്റ് അങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ചെറിയ കയറൊക്കെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട്. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് ഹാങ് ആവും. ചിലതിലൊക്കെ ഇങ്ങനെ ഒരു ചെറിയ കേടുപോലെ, കേടല്ലാതെ അതിൻ്റെ ഒരു പശയാണ് ഒരു തരം. ഇപ്പോൾ ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഫുള്ളും ഡ്രൈ ആവും. അതിലൊരു കൈൻഡ് ഓഫ് വാട്ടർ ഉണ്ട്, അത് നമ്മുടെ കൈയിൽ കൂടെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവും. പക്ഷേ ഒരു വാഷ് ചെയ്ത് രണ്ട് വാഷൊക്കെ കഴിയുമ്പോഴേക്കും കൈ റെഡി ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളതെല്ലാം ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നമുക്കൊരു ചെറിയ പെരിക്കാം പരിപാടികൾ. പിന്നെ ഒരു രസമാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളിങ്ങനെ ഇതൊന്നും ചേർക്കാതെ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് വേറെ അല്ലേ. പിന്നെ അങ്ങനെ കാര്യമായിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലുണ്ടോ? നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, ആർക്കൊക്കെയാണ് ഇതിൻ്റെ ഉപ്പേരി ഇഷ്ടമുള്ളതെന്ന്. ഇവിടെ ഇപ്പോൾ ഇത് റെഗുലറായി കിട്ടാൻ തുടങ്ങിയതുകൊണ്ട് ആർക്കും അത്ര അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ മാത്രം കൊണ്ടുപോകും. അപ്പോൾ എനിക്കും മോനും മാത്രമാണ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകും. അങ്ങനെയാണ് പതിവ്. പക്ഷേ ഇത് പ്രാവശ്യം കിട്ടുമെന്ന് തോന്നണില്ല. ഞാൻ പോകുമ്പോഴേക്കും ഒക്കെ പഴുത്ത് പോകുമെന്നാണ് പറയണത്. അപ്പോൾ ഒക്കെ പൊട്ടിച്ച് വെച്ചു. ഇതിലൊരു പ്രത്യേകതര ഭംഗിയുള്ളൊരു വൈറ്റ് കളറ് പൂവാണ് ഉണ്ടാവുക. നല്ല രസമാണ് കാണാൻ. അത് ഒരു ചെറിയൊരു പൂവ്. അത് ഇവിടെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതിൽ ഉണ്ടാവും. ആ പൂവിൽ നിന്ന് തന്നെ പെട്ടെന്ന് കായ പിടിക്കും. പ്രത്യേകിച്ച് ഒരു പുഴുക്കേടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ല ഭംഗിയാണ്. കണ്ടോ, ഇതാണ് പൂവ്, ഒരു വൈറ്റ് കളറിൽ നല്ല ഭംഗിയുള്ള പൂവാണ്. ആ പൂവ് തന്നെ പെട്ടെന്ന് കായ പിടിക്കും. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ മേമ ഇതിൻ്റെ കോവയ്ക്കയുടെ തളിര ഇലകൾ മാത്രം നുള്ളി എടുത്തിട്ട് നമ്മൾ പയറിൻ്റെ ഇലയൊക്കെ ഉപ്പേരി വെക്കില്ലേ, അതുപോലെ വെച്ചിരുന്നു. അത് നല്ല ടേസ്റ്റായിരുന്നു. ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഇതെല്ലാം കാണുമ്പോൾ. നമ്മുടെ കിച്ചണിൻ്റെ ബാക്കിൽ പുറത്തേക്ക് ഇങ്ങനെ ഒരു അടുപ്പെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ കിണറിൻ്റെ അവിടെയായിട്ടുള്ള സ്ഥലത്ത് ആണ് വെച്ചിരിക്കുന്നത്. വള്ളി കെട്ടിയിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു വളത്തിൻ്റെയോ ഇതിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നിറയെ തുരുതുരാന്നുണ്ടായി നിൽക്കും. വല കെട്ടി കൊടുത്താൽ കേട്ടോ. മുകളിൽ ഇങ്ങനെ പടർന്ന് പന്തലിക്കാനുള്ളൊരു ഏരിയ വേണം. എന്നാലാണ് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവുള്ളൂ. നമുക്കതിൻ്റെ കായകൾ പറിച്ചെടുക്കാനും സുഖമാണ്, സിമ്പിളാണ്, വലിയ പ്രോബ്ലം ഇല്ല. എൻ്റെ ഫേവറേറ്റ് എപ്പോഴും ഞാൻ കാണുന്നത് ഈ കുഞ്ഞ് അതായത് ഉണ്ടാവുന്ന കുഞ്ഞ് അത് മുക്കാത്ത കുഞ്ഞ് കോവയ്ക്ക ഉണ്ടാവും. ഇത് കഴിക്കാൻ ചുമ്മാ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതാണ് എൻ്റെ ഫേവറേറ്റ് സംഭവം. ഞാൻ ഉപ്പേരിയും കാര്യങ്ങളിനെക്കാട്ടിയും കൂടുതൽ ഇതങ്ങനെ കടിച്ചുകൊണ്ട് നടക്കും. എല്ലാവരും ഇവിടുത്തെ പിള്ളേരൊക്കെ. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ടെന്ന് ഇപ്പോൾ ഇതിൽ ഒരു രക്ഷയില്ല, കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള സങ്കടമാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉപ്പേരി വെച്ച് കഴിക്കാം. എല്ലാവരും വീട്ടിൽ കോവയ്ക്കയുടെ വള്ളി വെക്കണം കേട്ടോ. താങ്ക് യു.